അപ്പനും അമ്മക്കും വിളിക്കും. നമ്മളെ ജനിപ്പിച്ച അപ്പൊ രാജു പിണ്ടാളൻ കുമ്പളങ്ങിക്കാരെന്ന് പറഞ്ഞാണ് ഈ ചങ്കിര നമ്മൾ അറിയണേ. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ ഇദ്ദേഹത്തിൻ്റെ ഒരു പടവും ഒരു കമൻറ്റും ഉണ്ടാവും. ആരെയും നിരാശപ്പെടുത്തില്ല. അത് ശരിയാണ്. അതിനൊരു ബിഗ് സല്യൂട്ട്. കാരണം ഒരാളെയും നമുക്ക് മോശം പറയാനോ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാനോ നമ്മൾ യോഗ്യരല്ല. യോഗ്യത നമുക്ക് അത് മോശമായൊരു കാര്യമാണ്. അല്ല ഇതിൽ അഭിലാഷ് വേറൊരു എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ള സൗഹൃദങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ കഴിഞ്ഞിടക്ക് റീൽസുകൾ പലതും ചെയ്തു പോകുന്നു. ഒരു ദിവസം തന്നെ അഭിലാഷ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിനിമകള് 5 മണിക്കൂർ കൊല്ലത്തുനിന്ന് ട്രാവലിംഗ് ചെയ്തിട്ടായി കൊച്ചിയിൽ വന്നത്. തിരിച്ച് 5 മണിക്കൂർ തിരിച്ചും പോകാനായിട്ട് ഒന്ന് ആലോചിച്ചു. അപ്പൊ ഞങ്ങളുടെ അതിന് വേണ്ട കോസ്റ്റ്യൂംസുകള്, അതിന് വേണ്ട കാര്യങ്ങള്, ഫുഡും കാര്യങ്ങളും, ക്യാമറമാൻ, ഇതെല്ലാം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാ ചെയ്യണം. ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ഈ അവസരത്തിൽ പറയാൻ പാടില്ല, എങ്കിലും പറയാണ്. ചിലവർ പറയും നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ വേറെ സിനിമയിലേക്ക് ചാൻസ് വയ്ക്കുന്നത്. സിനിമ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകില്ലേ. ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് ഇദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. ഈ നിമിഷം ഞാൻ വേദനിപ്പിക്കില്ല, എങ്ങനെയൊന്ന് പറഞ്ഞോട്ട് കേട്ടാ. ഒരു കുഞ്ഞുണ്ട്, വൈഫ് മരിച്ചു പോയതാണ്, അതെല്ലാം ചേട്ടൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വൈഫ് മരിച്ചു പോയ ഒരാൾ ദുഃഖിച്ച് വീട്ടിൽ കയറിയിരിക്കണം. ആ പുള്ളി അതെല്ലാം മറക്കാൻ വേണ്ടി ഒരു സന്തോഷം ആഗ്രഹം. അത് വേറെ രീതിയിലല്ല, പുള്ളി റീൽ ചെയ്യുന്ന പുള്ളിയുടെ കുടുംബത്തേക്ക് പോകണം. അത്ര ഇതുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം റീല് കഴിഞ്ഞിട്ട്, അതായത് വൈറ്റില ജംഗ്ഷനിൽ സുനിമോളം കണ്ട് 5 മണിയോ 4 മണിയെങ്കിലും വന്നിറങ്ങി 1 മണിക്കൂർ കണ്ട് റീൽ ചെയ്ത് അവിടെ കിടന്ന് എന്റെ റീൽ ചെയ്ത് ഹബ്ബി കിടന്നു. അത്രക്ക് ജനങ്ങളുടെ സപ്പോർട്ട്. അതായത് ഞങ്ങളൊരു വയലൻസ് രംഗം ചെയ്തിട്ട് പോലീസുകാരടക്കം നമുക്ക് സപ്പോർട്ട്. അതായത് എല്ലാവരും നമ്മൾ അറിയണതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് സുനി അടുത്ത വണ്ടി കയറി പോയി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതിന് വേണ്ടിയാണ് ഒരു എന്താണെന്ന് അറിയാം. ഇപ്പൊ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ട് കഞ്ഞിയും കുടിച്ചിരിക്കണ ഒരു വിഭാഗം ആൾക്കാരാണ്. അതായത് ചില ആൾക്കാർക്ക് എന്തെങ്കിലും തെറി പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയാം, പണിക്ക് പോടാന്ന് പറയും. അതിനുള്ള ഒരു മറുപടി കൂടി പറയാം. എനിക്ക് നല്ലൊരു ജോലി അറിയാം, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നതെന്ന് വെച്ചാൽ ഇന്നലെ അഭിലാഷ് എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ആ പറഞ്ഞ സഹോദരൻ ഇത് കേൾക്കുവാണെങ്കിൽ ഒരു കാര്യം പറയാം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കമന്റ് ഇടാൻ, എനിക്ക് ഭയങ്കര അത് മോശമാണ് ഭായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഭാര്യ മരിച്ചു പോയിട്ട് അമ്മയില്ലാത്ത ഒരു മോള് തിരുവല്ലയിൽ വളരുക. അപ്പൊ എന്റെ കൊച്ചിനെ ഞാൻ അവരുടെ മിത്രങ്ങളുടെ കയ്യിൽ, അപ്പൊ എന്റെ മോളെ കുറിച്ച് അപവാദം പറയുമ്പോ നമുക്കുള്ള മാനസികാവസ്ഥ ഒരു അച്ഛനാണ് ഞാൻ. അപ്പൊ ഞാൻ പ്രതികരിച്ചു. ചേട്ടാ, നമ്മൾ മോശം കമന്റ് വരുമ്പോ നമുക്ക് സഹിക്കാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പറയണത്. അല്ലാണ്ട് ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞു പോയില്ലെങ്കിൽ അറിയാലോ. പിന്നെ മെസ്സഞ്ചറിൽ വന്ന ചിലവരായിട്ട് ഞാൻ തെറിവിളി കൂടാറുണ്ട്. മെസ്സഞ്ചറിൽ വന്നിട്ട് ഏറ്റവും അവസാനം ഉണ്ടല്ലോ ഒരുമിച്ച് ചെയ്ത് ചായ കുടിച്ചിട്ടുണ്ട്. ഉണ്ടായ അനുഭവം പറഞ്ഞേ. കാരണം മനുഷ്യൻ, അതാണ് മനുഷ്യൻ. അഭിപ്രായങ്ങളാവാം. ഇപ്പൊ നമ്മൾ ചിലത് ചെയ്യേണ്ട റീൽസുകൾ ചെയ്യുമ്പോ ചില പാളിച്ചകൾ വരും. അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ നമ്മൾ അത്രയും നന്നാക്കാൻ ശ്രമിക്കും. ഒരു കോമഡി പറഞ്ഞു ചേട്ടാ, ഒരു കാര്യം പറയട്ടെ. ഇപ്പം എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി പലരും ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുളുത്തും അങ്ങനെയൊക്കെയുള്ള രീതി പറയണ്ടേ. എൻ്റെ നമ്പർ ഒരുത്തൻ ചോദിച്ചു വാങ്ങിയിട്ട് അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കണം. എന്താ സാർ അവര് എന്നെ പൊന്നു കേട്ടോ, നിങ്ങൾ വിളി നിർത്ത്, ഞാൻ ഡ്യൂട്ടിയില്ല എന്നൊരു ബ്ലോക്ക് ചെയ്തു. കാരണം പുള്ളി എന്നെ തെറി പറയാൻ വേണ്ടി നമ്പർ എടുത്ത് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും സിനിമോൾ മറ്റേ കുമ്പളങ്ങി അഭിലാഷ് ആട്ടയും ഞങ്ങൾ ഇനി മുതൽ ഒരുമിച്ച് റീല് കാര്യങ്ങളുണ്ടാവും. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കുമ്പളങ്ങി. കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കലാകാരൻ. സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നിന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രിയമുള്ള ജനങ്ങളുടെ ദത്തുപുത്രൻ എന്ന നാമത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും സന്തോഷം. എന്തായാലും ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്.